നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 2025 10th ലെവൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. മാത്സ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ക്ലാസ്സുകൾ കൂടി കാണുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: 4/3 ഹരിക്കണം 4 പ്ലസ് 2/3 വില കാണുക. 4/3 ഹരിക്കണം 4 പ്ലസ് 2/3 വില കാണുക. ഇത് ബോർഡ് മാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ബോർഡ് മാസ്. ഈ 4/3 ഹരിക്കണം 4 എന്നുള്ളത് നമുക്ക് 4/1 എഴുതാം. വിലയിൽ മാറ്റമൊന്നും വരില്ല. 4നെ 4/1 എഴുതാം. രണ്ട് ഭിന്ന സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹരിക്കുക? രണ്ടാമത്തെ സംഖ്യയുടെ വ്യുൽക്രമം എഴുതി ഗുണിക്കുകയാണ് ചെയ്യുക. 4/3 ഒന്നാമത്തെ സംഖ്യ അതുപോലെ എടുത്തെഴുതി ഗുണിക്കണം. 4/1 എന്നുള്ളത് വ്യുൽക്രമം എഴുതുമ്പോൾ 1/4 മാറും. പ്ലസ് 2/3 എന്ന് എഴുതാം. ഇനി ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ. 4/3 ഇൻറ്റു 1/4. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇതും പോയി. 1/3 പ്ലസ് 2/3. ഇവിടെ ഛേദം സെയിം ആണ്, അതുകൊണ്ട് ഛേദം അതുപോലെ എടുത്തെഴുതി. ഇനി അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 1 പ്ലസ് 2 എന്ന് പറയുന്നത് 3. 3/3 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 1. 1 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 1. അടുത്ത ക്വസ്റ്റ്യൻ: മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്ന് 16-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട്? ഇതൊരു വരിയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെയാണ് മയൂഖയുടെ സ്ഥാനം. അത് കഴിഞ്ഞിട്ടും കുറച്ച് പേരുണ്ട്. അപ്പോൾ മയൂഖയുടെ സ്ഥാനം പിന്നിൽ നിന്നും 15-മത്. പിന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മയൂഖയുടെ സ്ഥാനം എത്രയാണ്? 15-മതാണ്. അപ്പോൾ ഇവിടെ പിന്നിൽ മയൂഖയെ കൂടാതെ 14 പേരുണ്ട്. അതുകൊണ്ടാണല്ലോ മയൂഖയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 15ആയിട്ട് മാറുന്നത്. ഇനി മുന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുന്നിൽ നിന്ന് മയൂഖയുടെ സ്ഥാനം 16-മതാണ്. അപ്പോൾ ഇവിടെ മുന്നിൽ മയൂഖിനെ കൂടാതെ 15 പേരുണ്ട്. അപ്പോൾ മുന്നിൽ 15 പേരുണ്ട്, പിന്നിൽ 14 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേരായി? 15 പ്ലസ് 14, 5 4 9, 29 പേരായി. മുന്നിൽ 15 പേര്, പിന്നിൽ 14 പേര്. അപ്പോൾ തന്നെ 29 പേരായി. ഇനി മയൂഖിയെ കൂടി കൂട്ടാം, ഒന്നുകൂടി കൂട്ടാം. അപ്പോൾ എത്രയായി? 30. അപ്പോൾ അവരിൽ എത്ര ആൾക്കാരുണ്ട് എന്നതിൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 30. അടുത്തത്: ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ശ്രേണി 4, 10, 28, 82. 4, 10, 28, 82. അടുത്ത സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 10 ആകാൻ എത്ര കൂട്ടി? 6 കൂട്ടി. പിന്നെ 10 28 ആവാൻ 18 കൂടി. 28 82 ആവാൻ 54 കൂടി. അപ്പോൾ എത്ര വീതമാണ് കൂടുന്നത്? ആദ്യം 6 കൂടി. അത് 18 ആവാൻ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു. 6 × 3 ആണ് 18. ഇനി 18 54 ആവാൻ 18 × 3 54. നമ്മൾ എന്ത് ചെയ്യണം? 54 × 3 കാണണം. 54 × 3 എത്രയാണ്? 54 × 3. 3 12, 3 15, 16, 162. അതായത് ഈ 82ൻ്റെ കൂടെ 162 കൂട്ടണം. 162 പ്ലസ് 82. 2 2 4, 6 8 14, സിസ്റ്റം 1 2, 244. ഇവിടെ വിട്ടുപോയ സംഖ്യ എത്രയാണ്? 244. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്: ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആദ്യം സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ. ഇതാണ് ശരിയായ രീതി. അടുത്ത ക്വസ്റ്റ്യൻ: ഓസ്കാർ സിനിമ, അങ്ങനെയാണെങ്കിൽ ബുക്കർ എന്താണ്? ഓസ്കാർ കൊടുക്കുന്നത് സിനിമയ്ക്ക് ആണ്, സിനിമാ മേഖലയിലാണ്. ബുക്കർ എന്തിനു കൊടുക്കുന്ന പുരസ്കാരമാണ്? ഓപ്ഷൻ എ സാഹിത്യം. ഓപ്ഷൻ എ സാഹിത്യമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: 10 സ്ക്വയർ 100 ആണെങ്കിൽ 100 സ്ക്വയർ എത്രയാണ്? 10 സ്ക്വയർ 100 ആണെങ്കിൽ 100 സ്ക്വയർ എത്രയാണ്? 100ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം? 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇവിടെ 2 പൂജ്യമുണ്ട്. 2 പൂജ്യത്തിൻ്റെ സ്ക്വയർ എത്രയാണ്? 4 പൂജ്യമാണ് നമ്മുടെ ആൻസർ. 10,000. ഓപ്ഷൻ ബി 10,000 ആണ് ആൻസർ. വ്യത്യസ്തമായത് ഏത്? ചതുരം. ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശം. സാമാന്തരികം 4 വശം.
ലംബകം 4 വശം, ത്രികോണത്തിന് 3 വശം. അപ്പോൾ വ്യത്യസ്തമായതാണ് ഓപ്ഷൻ ബി ത്രികോണം. അടുത്തത് മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. നൗ മകളും സുനിതയും ഉണ്ട്. മകൾ സുനിത. ഇപ്പോൾ മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. മകളുടെ വയസ്സ് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സുനിതയുടെ വയസ്സ് 5x. 2 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ എത്രയാണെന്നാണ് പറയുന്നത്. രണ്ടുപേരുടെ വയസ്സിൻ്റെ കൂടെയും 2 വീതം കൂട്ടണം. മകളുടെ വയസ്സ് 2 വർഷം കഴിയുമ്പോൾ x + 2, സുനിതയുടെ വയസ്സ് 5x + 2. ഇനി 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആവും. 2 വർഷം കഴിയുമ്പോഴുള്ള രണ്ടുപേരുടെയും വയസ്സുകൾ x + 2ഉം 5x + 2ഉമാണ്. ഇതിൻ്റെ തുക, രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 40. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എക്സും 5xും കൂട്ടിക്കഴിഞ്ഞാൽ 6x, 2ഉം 2ഉം 4 + 4 = 40. ഈ 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 6x = +4 ഇപ്പുറത്ത് വരുമ്പോൾ -4 ആവും. 40 - 4, 40 - 4 എത്രയാണ്? 36. 6x 36 ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. x എത്രയാണ്? 6നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. 36/6 = 6. എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 എന്നാണ് കിട്ടിയത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നൗ സുനിതയുടെ വയസ്സ് എത്രയാണ്? 5x. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 6 കൊടുത്തു കഴിഞ്ഞാൽ 5 × 6 എത്രയാണ്? 30. 30ആണ് സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിൽ അടുത്തത് ഏത്? CXB, EVD, GTF. അടുത്തത് ഏതാണ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കാം. CEI, സിയുടെ കൂടെ 2 കൂട്ടി CDEI, ഇയുടെ കൂടെ 2 കൂട്ടി EGI. ഇനി എന്താണ്? ജിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ I ആവും. ആദ്യത്തെ ലെറ്റർ I ആണ്. ആദ്യത്തെ ലെറ്റർ I ആയിട്ടുള്ള ഓപ്ഷൻ മാത്രം വയ്ക്കാം, ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. A കട്ട് ചെയ്യാം, B, D കട്ട് ചെയ്യാം. അടുത്തത് XVI, VTI. X 2 പുറകിലോട്ട് വന്നു VI, V 2 പുറകിലോട്ട് വന്നു TI, 2 പുറകിലോട്ട് വരുമ്പോൾ എന്താ വരിക? RIR. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് കൂടി നോക്കാം. BDI, DFI. B 2 കൂടി D, DFI 2 കൂടി, അത് കഴിഞ്ഞിട്ട് 2 കൂടുമ്പോൾ HIR. H ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 7.5 × 22.36 + 27.64 - 36.57 + 3.43 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എടുത്തെഴുതാം. 7.5 × 22.36 + 27.64, ഇത് ഒരു ബ്രാക്കറ്റിനകത്താണ്, -36.57 + 3.43, ഇത് അടുത്ത ബ്രാക്കറ്റിനകത്ത്. വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റ് ഇവിടെ 2 തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. ഈ വലിയൊരു ബ്രാക്കറ്റും ഉണ്ട്, ഇന്നർ ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇന്നർ ബ്രാക്കറ്റാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഒരു സംഖ്യ എടുക്കാം. 22.36 + 27.64. 6 4 10, ശിഷ്ടം 1, 6 4 10, ഇവിടെ പോയിന്റ്, ശിഷ്ടം 1, 7 3 8, 8 2 10, ശിഷ്ടം 1, 2 2 4 3 5, 50. ഈ ഒരു ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 ആണ്. അടുത്ത ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. 36.57 + 3.43. 7 3 10, ശിഷ്ടം 1, 5 4 9 3 10, ഇവിടെ പോയിന്റ്, ശിഷ്ടം 1, 6 4 10, ശിഷ്ടം 1 4, 40. ഈ ഒരു ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 40 ആണ് കിട്ടുന്നത്. ഇതെങ്ങനെ എഴുതാം? 7.5 × 50 - 40, അതായത് 7.5 × 50 40 കുറച്ച് കഴിഞ്ഞാൽ 10. 7.5 × 10 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി ദശാംശ സ്ഥാനം ഇടുക. നമുക്ക് എത്ര കിട്ടും? 75 കിട്ടും. ഓപ്ഷൻ സി 75 ആണ് നമ്മുടെ ആൻസർ. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.